ഷാനിമോൾ ഉസ്മാൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടാണല്ലോ. കേസ് ഇവിടെ പ്രചാരണത്തിൽ എത്തിയില്ലെങ്കിലും കേസിക്ക് വേണ്ടി നിങ്ങളൊക്കെ ഇറങ്ങുക എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് അറ്റ്മോസ്ഫിയർ? എങ്ങനെയുണ്ട്? അല്ല, കെ സി ഇവിടെ എത്തുന്നില്ല എന്നില്ല. കെ സിയുടെ പരമാവധി സമയം കെ സി മാനേജ് ചെയ്ത് ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഏക സീറ്റാണ് ആലപ്പുഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം ഒരു വാശിയുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ തുടങ്ങിയുള്ളൊരു വാശിയാണ്. അതുകൊണ്ട് തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങളുമായിട്ടാണ് കോൺഗ്രസും UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കെ സി ഇല്ലെങ്കിലും കെ സിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള തീരുമാനം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി തന്നെയാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ ആരിഫിനെതിരെ ഈ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എങ്ങനെയാണ്? അല്ല, വ്യക്തിപരമല്ലല്ലോ, ഇതൊന്നും വ്യക്തിപരമല്ല. ഇപ്പോൾ ആരാണ് എതിർവശത്ത് വരുന്നതെന്ന് നോക്കിയിട്ടല്ല, നമ്മൾ നമ്മുടെ ഐഡിയോളജി അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി പ്രചരണ രംഗത്ത് ഞങ്ങളാരും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരല്ലല്ലോ, ഫുൾ ടൈം രാഷ്ട്രീയക്കാരല്ലേ. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഐഡിയോളജി വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നടത്തി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആരപ്പുറത്ത് നിന്നുള്ളത് അത് ഇമ്മെറ്റീരിയലാണ്. പ്രതിഭ, കഴിഞ്ഞ തവണ കനൽ ഒരു തരിയായിരുന്നു ഇവിടുന്ന്. ഇത്തവണ എന്താണ് ഒരു പ്രതീക്ഷ? എങ്ങനെയാണ്? 100% വിജയം. കാരണം അദ്ദേഹത്തിന് ഇനിയിപ്പം MP എന്ന നിലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ കായംകുളത്തായിരുന്നു സ്വീകരണം. അപ്പോൾ എനിക്കതിൽ നിന്ന് ഈ ഐ കോണ്ടാക്ട്, ആൾക്കാരുടെ അവരുടെ ആ ഒരു സ്നേഹം, വാംത്ത്, അതൊക്കെ ഞാൻ ഇന്നലെ നേരിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് അതിനകത്ത് യാതൊരു സംശയവുമില്ല, 100%. ആലപ്പുഴയ്ക്ക് കഴിഞ്ഞോണം വന്നൊരു വിഷമമെന്ന് വെച്ചാൽ ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞു പോയി. ആലപ്പുഴയുടെ സാധാരണ ഒരു പാരമ്പര്യം വെച്ചിട്ട് കുറഞ്ഞു പോയെന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഞങ്ങൾ ആ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ട് അന്നത്തെ ആ വിഷമം തീർക്കും. അത് മാത്രമല്ല, കഴിഞ്ഞോണത്തെ അവസ്ഥയല്ലല്ലോ ഇത്തവണ കേരളത്തിൽ ഇത്തവണ നല്ല രൂപത്തിൽ ഇടതുപക്ഷം കൂടുതൽ സീറ്റ് ഭയങ്കരമായിട്ട് അന്നത്തെ ഭയങ്കര മോശം നിലയിലേക്ക് വന്നുപോയി. അപ്പോൾ അതിൻ്റെ പ്രയാസം ഞങ്ങൾ 5 വർഷം അനുഭവിക്കുകയും ചെയ്തു. കേരളത്തിലെ ഇടത് ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി പാർലമെൻറ്റിൽ കാര്യങ്ങൾ പറയാനായിട്ട് MP മാരില്ലാത്ത 5 വർഷങ്ങളായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡെഫിനറ്റ്ലി ആലപ്പുഴ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തിലേക്ക് അഡ്വക്കേറ്റ് എം ആരിഫും വരും. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവം ഞാൻ പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും ഉള്ളിലുള്ളത് മറച്ചു വെക്കാൻ അറിയാത്തവരാണ്, തുറന്ന് പ്രതികരിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. സത്യസന്ധരായ സ്ത്രീകളല്ല, പൊതുവെ സത്യസന്ധരായ മനുഷ്യർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരായിരിക്കും. അവരുടെ ഉള്ളിലുള്ളത് എന്താ മറച്ചു വെച്ചിട്ട് അഭിനയിച്ചിട്ടൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. അപ്പൊ അത് സ്ത്രീകളുടെ കാര്യവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഷാനിമോൾ ഉസ്മാൻ പാർട്ടിയിൽ തന്നെ ആ കാര്യത്തിലൊക്കെ പോരാടിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു ആ പോരാട്ടത്തിൽ ഷാനിമോൾ ഉസ്മാൻ ഒറ്റയ്ക്കാണോ? ഇപ്പൊ നോക്കൂ, ഈ വനിതാ സംവരണം വന്ന ശേഷവും ഒറ്റ വനിതാ സ്ഥാനാർത്ഥി മാത്രമാണുള്ളത്. അപ്പോൾ കോൺഗ്രസ് അതിൽ മാതൃകയാകേണ്ടതാണ്. പക്ഷെ എത്രത്തോളം നടപ്പാക്കി കോൺഗ്രസ്? അല്ല, ആദ്യം തന്നെ ഞങ്ങൾക്ക് അഭിനയം ഇല്ല എന്നുള്ളത് തന്നെ പറയാം. കാരണം അഭിനയം കൊണ്ട് പൊതുരംഗത്ത് നിൽക്കാൻ പറ്റത്തില്ല. അത് അതിനൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം വളരെ ഡ്രമാറ്റിക്കായിട്ട് ആളുകളെ സമീപിക്കുന്നവർക്കൊന്നും ഒരു രക്ഷയില്ല. വളരെ തുറന്ന സമീപനമുള്ളവർക്ക് വൈകിയാണെങ്കിലും അവർക്ക് അതിനുള്ള അംഗീകാരം കിട്ടും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ഇത്. നമ്മളൊന്നും ഒറ്റയ്ക്കല്ല. കാരണം പലപ്പോഴും ആളുകൾക്ക് തുറന്ന് പറയാനുള്ള ഭയമാണ് ആളുകളെ പിന്നോട്ട് വലിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ഓർക്കും എന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്കയൊക്കെ കൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല, സ്വന്തമായിട്ട് നമ്മൾ ചിന്തിക്കുകയും സ്വന്തമായ അഭിപ്രായം പറയേണ്ട വേദികളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് അതൊരു ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകും. എൻ്റെ പാർട്ടി ഇതുവരെ എന്നെ വിലക്കിയിട്ടുമില്ല അതിൽ. പിന്നെ ഇപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും വനിതാ സംവരണം വന്നു എന്ന് പറയുമ്പോഴും നമ്മൾ BJPയുടെ തട്ടിപ്പ് മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിനകത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ബില്ല് പാസ്സായി എന്ന് പറയുകയും ഫ്രീസ് ചെയ്ത് വെക്കുക. ഡെക്കേഡറായിട്ടുള്ള സെൻസസ് നടന്നിട്ടില്ല, ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടന്നിട്ടില്ല. എങ്ങനെ ഇത് നടപ്പിലാക്കും, ഏത് വർഷം ഇത് വരും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒന്നും പറയുന്നില്ല. കോൺഗ്രസ് തീർച്ചയായിട്ടും അതിന് മാതൃക കാണിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വനിതാ നേതാക്കന്മാരെ ദേശീയ തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ഇത്തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ വാദത്തോട് യോജിക്കുന്നില്ല.